3/8 പ്ലസ് 2/1/8 പ്ലസ് 6/3/4 പ്ലസ് 2/1/2. ഇവിടെ 4 മിക്സഡ് ഫ്രാക്ഷൻസ് ആണ്, 4 മിശ്ര ഭിന്നങ്ങളാണ്. ഇതിൻ്റെ തുകയാണ് നമ്മൾ കാണേണ്ടത്. ഇത് കൂട്ടുമ്പോൾ നമുക്ക് ഇതിലത്തെ പൂർണ്ണസംഖ്യകൾ മാത്രം എടുത്ത് ആദ്യം കൂട്ടുക. 3, 2, 6, 2. 3 കൂട്ടണം 2 കൂട്ടണം 6 കൂട്ടണം 2 കൂട്ടണം. ഇനി ഇതിലത്തെ ഫ്രാക്ഷൻസ് മാത്രം കൂട്ടുക. 3/8, 1/8, 3/4, 1/2 പ്ലസ് 3/8 പ്ലസ് 1/8 പ്ലസ് 3/4 പ്ലസ് 1/2. ഇത് സംഖ്യകൾ മാത്രം കൂട്ടുക. 3, 2, 5, 5, 6, 11, 13 പ്ലസ് ഇത് കൂട്ടുമ്പോൾ ഇവിടെ ഛേദങ്ങൾ തുല്യമാണ്, പക്ഷെ ഇതിന് ഛേദങ്ങളെ വ്യത്യാസമുണ്ട്. ഈ ഭിന്നസംഖ്യകൾ കൂട്ടുമ്പോൾ ഛേദങ്ങളെല്ലാം തുല്യമാണ്. അപ്പോൾ ഇവിടെ 2, 8, 8 ആണ്. നമുക്ക് ഈ 4നെ എങ്ങനെ 8 ആക്കുക? 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഛേദത്തെ മാത്രം ഗുണിക്കരുത്, അംശത്തെയും ഛേദത്തെയും നമ്മൾ 2 കൊണ്ട് ഗുണിക്കുക. അതുപോലെ ഈ 2നെ 8 ആക്കാൻ ഇവിടെ അംശത്തെയും ഛേദത്തെയും 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഈ 3/8 അതുപോലെ 2 പ്ലസ് 1/8 അതുപോലെ 2 പ്ലസ് ഈ 4നെ 8 ആക്കാൻ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 3നെയും 4നെയും 2 കൊണ്ട് ഗുണിക്കണം. 23 6/24 8 പ്ലസ് 2നെ 8 ആക്കാൻ 4 കൊണ്ട് ഗുണിക്കണം. 1നെയും 2നെയും 4 കൊണ്ട് ഗുണിക്കണം. 4 4/24 8. ഇപ്പോൾ ഛേദങ്ങളെല്ലാം തുല്യമായതുകൊണ്ട് നമുക്ക് അത് കൂട്ടാം. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 13 പ്ലസ് എല്ലാ ഛേദങ്ങളും തുല്യമാകും കൊണ്ട് അംശങ്ങൾ കൂട്ടുക. 3ഉം 1ഉം 4, 4ഉം 6, 10, 10ഉം 4ഉം 14/8. 13 പ്ലസ് നമുക്കിതിനെ വേണമെങ്കിൽ 2 കൊണ്ട് വെട്ടി ചുരുക്കാം. 7, 2, 14, 4, 2, 8. 13 പ്ലസ് ഇത് അംശം വലുത്, ന്യൂമറേറ്റർ വലുതാണ്. അപ്പോൾ നമുക്കിതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം, മിശ്ര ഭിന്നാക്കാം. 7ൽ 4 എത്ര തവണയാണ്? ഒരു 4 4. ശിഷ്ടം ഒരു 3 വരും. 4ന്ന് ഒരു 4 കഴിഞ്ഞാൽ പിന്നെ ഒരു 3 ബാക്കിയുണ്ട്. അത് അംശമായിട്ട് എഴുതുക, ഈ ഛേദം 4 എഴുതുക. അപ്പോൾ 7/4 നമ്മൾ 1, 3/4 എന്ന് എഴുതി. ഇനി നമുക്ക് ഈ 13ഉം 1ഉം കൂടി കൂട്ടാം. ഇത് പൂർണ്ണസംഖ്യയാണ്. ഈ മിക്സഡ് ഫ്രാക്ഷനിലത്തെ പൂർണ്ണസംഖ്യയാണ് 1. ഈ 13ഉം 1ഉം കൂട്ടുമ്പോൾ 14. അതിൻ്റെ കൂടെ ഈ 3/4 ഇടുക. ഉത്തരം 14 3/4. 10 2/5 പ്ലസ് 19 3/10 കുറയ്ക്കണം 8 1/2 കുറയ്ക്കണം 3 1/4. ഇവിടെ 4 മിക്സഡ് ഫ്രാക്ഷൻസ് ആണ്, 4 മിശ്ര ഭിന്നങ്ങളാണ്. നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഇതിലത്തെ പൂർണ്ണസംഖ്യകൾ മാത്രം ആദ്യം എടുക്കുക. ഏതൊക്കെയാണ്? 10, 19, 8, 3. അതിലത്തെ ചിഹ്നങ്ങൾ ഉൾപ്പെടെ വേണം എടുക്കാൻ. ഇവിടെ എന്താണ്? 10, പിന്നെ ഇവിടെ കൂട്ടണം 19, ഇവിടെ കുറയ്ക്കണം 8, ഇവിടെ കുറയ്ക്കണം 3. അപ്പോൾ ഇതിലത്തെ പൂർണ്ണസംഖ്യകൾ മാത്രം നമ്മളിവിടെ എഴുതി. ഇനി ഇതിലത്തെ ഫ്രാക്ഷൻസ് മാത്രം എഴുതുക, ഭിന്നസംഖ്യകൾ. അപ്പോഴും നമ്മൾ അതിൻ്റെ ചിഹ്നം നോക്കണം. ഇവിടെ 2/5, അപ്പോൾ പ്ലസ് 2/5. ഇവിടെ 3/10 പ്ലസ് 3/10. ഇവിടെ മൈനസ് ആണ്, -1/2. ഇവിടെയും മൈനസ് ആണ്, -1/4 -1/4. ഇത് മാത്രം ചെയ്യുക പൂർണ്ണസംഖ്യകളുടെ. 19ഉം 10ഉം കൂട്ടിയാൽ 29. 29ന്ന് 8 കുറച്ചാൽ 21. 21ന്ന് 3 കുറച്ചാൽ 18 എന്ന് വരും. ഇനി ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഛേദങ്ങൾ തുല്യമായി വരണം. ഛേദങ്ങൾ ഇവിടെ തുല്യമല്ല. അപ്പോൾ ഛേദങ്ങൾ നമ്മൾ തുല്യപ്പെടുത്തണം. അതിന് നമുക്ക് ഈ ഛേദങ്ങളുടെ ലസാഗു കൊടുക്കണം. 5, 10, 2, 4 ഇതിൻ്റെ ലസാഗു കൊടുക്കണം. 5, 10, 2, 4 ലസാഗു 20 വരിക. നമ്മളതെങ്ങനെ നോക്കുക? ഇതിലത്തെ വലിയ സംഖ്യ എടുക്കുക. 10 അല്ലേ? ഈ 10ൻ്റെ ഗുണിതങ്ങൾ ഒരു 10 10, 20 20 അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം വരുന്ന സംഖ്യ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഗുണിതമായി വരുന്ന ആദ്യത്തെ സംഖ്യ. അപ്പോൾ ഒരു 10 10 10 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗുണിതാണ്, ഇതിൻ്റെയും ഗുണിതാണ്, പക്ഷെ 4ൻ്റെ ഗുണിതമല്ല. അപ്പോൾ 20 20 20 നോക്കുമ്പോഴോ 5ൻ്റെ ഗുണിതാണ് 20, 2ൻ്റെ ഗുണിതാണ് 20, 4ൻ്റെ ഗുണിതാണ് 20. അപ്പം 5 10 2 4 LCM എത്ര വരും? 20 എന്ന് വരും. നമ്മളിതിനൊക്കെ 20 ആക്കി മാറ്റണം. പ്ലസ് ഈ 2/5 5 20 ആണെങ്കിൽ 4 കൊണ്ട് കുടിക്കണം. അപ്പോൾ 4 കൊണ്ട് അംശത്തെയും ഛേദത്തെയും കുടിക്കുക. 4 2 8/4 20 പ്ലസ് ഇത് 20 ആണെങ്കിൽ 2 കൊണ്ട് കുടിക്കണം. അപ്പോൾ 23 6/20 കുറയ്ക്കണം. ഇത് 20 ആവണമെങ്കിൽ 10 കൊണ്ട് കുടിക്കണം. അപ്പോൾ 1 10 10/20 കുറയ്ക്കണം. ഈ 4 20 ആവണമെങ്കിൽ 5 കൊണ്ട് കുടിക്കണം. അപ്പോൾ 1 5 5/4 20. അപ്പോൾ ഛേദങ്ങളെല്ലാം തുല്യമായി 20. അപ്പോൾ നമുക്ക് ഈ 18 അതുപോലെ എഴുതുക. പിന്നെ പ്ലസ് നട്ടിട്ട് ഇതിലത്തെ അംശങ്ങൾ കൂട്ടുക കുറയ്ക്കുക എന്താ വെച്ചാൽ ചെയ്യുക. 8ഉം 6ഉം കൂട്ടുക 14. 14ന്ന് 10 പോയാൽ 4. 4ന്ന് 5 കുറച്ചാൽ -1 എന്ന് വരും. 8ഉം 6ഉം 14. 14ന്ന് 10 കുറച്ചാൽ 4. 4ന്ന് 5 കുറച്ചാൽ -1. അപ്പോൾ നമുക്കിവിടെ
1/20 എന്ന് എഴുതാം. ഇതെങ്ങനെ കുറയ്ക്കുക? 18 - 1/20. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ 1 എന്നിട്ടിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ കുറച്ചാൽ മതി. 18 × 20 ഗുണിക്കുക. 18 × 20 എത്ര വരും? 360. ഇടത് ചിഹ്നം ഇടുക, കുറയ്ക്കണം എന്നിട്ട് ഈ 1 കൊണ്ട് 1 ഗുണിക്കുക. 1 × 1 1 ഛേദങ്ങൾ പരസ്പരം ഗുണിക്കുക. 1 × 20 20. 360 നിന്ന് 1 കുറച്ചാൽ 359/20 എന്ന് വരും. സമം നമുക്കിതിനെ ഇവിടെ അംശം വലുതാണ്, ന്യൂമറേറ്റർ വലുതാണ്. അപ്പോൾ ഇതിനെ വീണ്ടും എന്താക്കാം? ഈ രൂപത്തിൽ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റാം, മിശ്രഭിന്നം. അപ്പോൾ നമ്മൾ ഹരിച്ചാൽ മതി. 35ൽ 20 ഒരു പ്രാവശ്യം, 1 20, ബാക്കി 15. 159ൽ 7 20 140, പിന്നെ അതിലൊരു 19 ബാക്കി വരും. ആ 19 നമ്മൾ അംശമായിട്ട് എഴുതുക, ഛേദം ഈ 20 എഴുതുക. അപ്പോൾ 359/20 ഹരിച്ചാൽ നമുക്ക് 17 19/20 എന്ന മിശ്രഭിന്ന രൂപത്തിലാവും. ഇതാണ് ഉത്തരം.